എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് മത്സരശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ ആ നിശബ്ദതയ്ക്ക് ഒരു ശവപ്പരമ്പിന്റെ ഭയാനകതയുണ്ടായിരുന്നു. അവിടെ തനിച്ചിരുന്ന് ചിന്തകളിൽ മുഴുകിയ സൂര്യകുമാർ യാദവിന്റെ മുഖത്ത് കാണാമായിരുന്നത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനു മുൻപുള്ള ഭീതിജനകമായ ശാന്തത മാത്രമായിരുന്നു. പുറത്ത് മൈതാനത്ത് സിംബാബ്വെയെ നിഷ്കരുണം തകർത്തെറിഞ്ഞ് വെസ്റ്റ് ഇൻഡീസ് ഏതാണ്ട് ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങളുടെ ചിറകരിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സൂപ്പർ 8ന്റെ സങ്കീർണമായ സമവാക്യങ്ങളായി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വട്ടം ചുറ്റുകയായിരുന്നു. സ്റ്റേഡിയത്തിലെ ബഹളങ്ങൾ കെട്ടടങ്ങി ക്യാമറകൾ മുഴുവൻ വിൻഡീസ് നായകൻ ഷായ് ഹോപ്പിന് നേരെ തിരിഞ്ഞ ആ നിമിഷം ലോകം ശ്വാസമടക്കി പിടിച്ചു. ആത്മവിശ്വാസം വഴിഞ്ഞൊഴുകുന്ന മുഖത്തോടെ കേൾക്കുന്നവരുടെ സിരകളിൽ തീ പടർത്തുന്ന ശബ്ദത്തിൽ അവൻ അലറി, ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമല്ല. കാരണം കടുത്ത സമ്മർദ്ദങ്ങളിൽ വീഴാനും മത്സരങ്ങൾ കൈവിട്ടുപോകുന്ന മണ്ടത്തരങ്ങൾ കാണിക്കാനും ഇന്ത്യയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതൊരു വെറും പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെഞ്ചിലേക്കുള്ള നേരിട്ടുള്ള വെടിയുണ്ടയായിരുന്നു. രാജ്യമൊട്ടാകെ ഈ വാക്കുകൾ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു. ചിലർക്കത് വെറും അഹങ്കാരമായി തോന്നിയെങ്കിലും ആ വാക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിനാശകരമായൊരു സത്യമുണ്ടായിരുന്നു. കാരണം ഈ വിൻഡീസ് നിര പഴയ പോലെയല്ല, അവർ അതിമാരകമാണ്. ഷിർറോൺ ഹെറ്റ്നെയറിന്റെ കൊലയാളി പ്രഹരങ്ങളും റോവ്മാൻ പവലിന്റെ അചഞ്ചലമായ ധൈര്യവും അക്കീൽ ഹുസൈനിന്റെയും ഗുഡാകേഷ് മൂട്ടിയുടെയും മാന്ത്രിക സ്പിൻ തന്ത്രങ്ങളും എതിരാളികളുടെ ഹെൽമറ്റ് ഇട്ടിടർക്കുന്ന ഷമർ ജോസഫിന്റെ തീപ്പൊരി വേഗതയും കൂടിയാകുമ്പോൾ സിംബാബ്വെക്കെതിരായ അവരുടെ വിജയം അവർക്ക് നൽകിയിരിക്കുന്നത് രാക്ഷസീയമായ കരുത്താണ്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ആ കൂട്ടക്കുരുതിയിൽ 20 ഓവറിൽ വെസ്റ്റ് ഇൻഡീസ് അടിച്ചുകൂട്ടിയത് ചരിത്രം നടുങ്ങിയ 254 റൺസാണ്. തുടക്കമൽപ്പം പാളിയെങ്കിലും 85 റൺസ് എടുത്ത് ഹെറ്റ്മെയർ കളി തിരിച്ചു. പിന്നാലെ 59 റൺസുമായി പവലും വെറും 13 പന്തിൽ 31 റൺസ് എടുത്ത് ഷെർഫെയ്ൻ റൂദർഫോർഡും സിംബാബ്വെയെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീതുകയായിരുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ സ്കോർ പടുത്തുയർത്തിയ ശേഷം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഷായ് ഹോപ്പ് തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. ഞങ്ങളുടെ ഈ ബാറ്റിംഗ് വെടിക്കെട്ട് വെറുതെയുണ്ടായതല്ല, എതിർ ബൌളർമാരുടെ ലൈനും ലെങ്തും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നടത്തിയ കഠിനമായ പരിശീലനത്തിന്റെ ഫലമാണിത്. സിംബാബ്വെയോ ഇംഗ്ലണ്ടോ അല്ല, ലോക 1-ാം നമ്പർ ടീമായ ഇന്ത്യ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യയുടെ നാട്ടിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ അവരെ വീഴ്ത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കിരീടം സ്വന്തമാക്കാനാകൂ. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ തിളങ്ങിയ വിൻഡീസ് പട ഇനി ആർക്കും തങ്ങളെ തടയാനാകില്ലെന്ന അഹങ്കാരത്തോടെയാണ് മുന്നേറുന്നത്. സിംബാബ്വെയെ തോൽപ്പിച്ചതിനേക്കാൾ വലിയൊരു സ്വപ്നം ഷായ് ഹോപ്പിനുണ്ട്. അതയാൾ പറഞ്ഞതിങ്ങനെയാണ്: ഇന്ത്യയുമായി കളിക്കുമ്പോൾ ആ വലിയ സ്റ്റേഡിയത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ കാണികളെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കുമ്പോഴാണ് എനിക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുക. വാക്കുകൾ കൊണ്ട് കളിക്കളത്തിൽ തീപ്പൊരി പാറിക്കുന്ന ഈ വിൻഡീസ് വെല്ലുവിളിയെ നേരിടാൻ ശാരീരികമായ കരുത്തു പോരാ, മറിച്ച് ഉരുക്കിന്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ സമ്മർദ്ദത്തിന്റെ അഗ്നിപരീക്ഷയിൽ ഇന്ത്യയെ രക്ഷിക്കാനാകൂ എന്ന് കരുതിയവർക്കും ദക്ഷിണാഫ്രിക്ക കേട്ട ഹൃദയനേദകമായ തോൽവി ഇന്ത്യയുടെ അന്ത്യമാണെന്ന് കരുതിയവർക്ക് തെറ്റി. അതൊരു മുറിവേറ്റ സിംഹത്തിന്റെ ഭയാനകമായ തിരിച്ചുവരവിന്റെ വെറുമൊരു തുടക്കം മാത്രമാണ്. ആ തോൽവിയുടെ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സഞ്ജു സാംസണെയും സൂര്യകുമാറിനെയും പോലുള്ള അചഞ്ചലരായ പോരാളികൾ വിനാശകരമായ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഷായ് ഹോപ്പിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾക്കും വെസ്റ്റ് ഇൻഡീസിന്റെ വെല്ലുവിളികൾക്കും മൈതാനത്ത് വെച്ച് തന്നെ ഇന്ത്യ ചുട്ട മറുപടി നൽകും. ഈ അഹങ്കാരികളെ നിഷ്കരുണം തകർത്തെറിഞ്ഞ് ഇന്ത്യൻ പട അതിശക്തമായി ടോപ്പ് 4ലേക്ക് കുതിച്ചു കയറുകയും ഒടുവിൽ ലോകകപ്പ് കിരീടം സ്വന്തം മണ്ണിൽ വാനോളം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ പരിഹസിച്ചവരെല്ലാവരുടെയും വായടപ്പിച്ച് ഈ T20 ലോകകപ്പിലെ എതിരില്ലാത്ത രാജാക്കന്മാരായി മാറുകയും ചെയ്യും. എന്തായാലും അഹങ്കാരം നിറഞ്ഞ ഈ വിൻഡീസ് പടയെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ. ഷായ് ഹോപ്പിന്റെ ഈ തുറന്ന വെല്ലുവിളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.